മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം சொல்றாரு അന സയ്യിദുൻ നാസി യൗമൽ ഖിയാമ ഈ സമൂഹത്തെ നേതാവായിരിക്കണനാണ് ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ശിഫാറസ് നിങ്ങൾക്ക് റെക്കമെൻഡ് ആകുകയോ ഖുവത്തുള്ളോ താഖത്തുള്ളോ സാമർത്ഥ്യമുള്ള ഒരാളായിരിക്കും അഷ്റഫുൽ ഖൽഖായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്തായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ சொல்ற തദൂനു ശംസ സൂര്യൻ ഞങ്ങളെ വച്ചാണ് തറവേലുണ്ട് നിൽക്കുക ഫയബലുഗുന്ന സമീഉൽ ഗമ്മി വൽ ഖർബി മനുഷ്യന്മാർ പൽക്കബലികാവാണ്ട് ദുഃഖിച്ചിട്ട് നഗ്നരായിട്ട് ടെൻഷനോട് കൂടെ ബേജാറോട് കൂടെ അങ്ങനെ നിൽക്കുന്നതായ സമയത്ത് എപ്പോ ഒന്ന് ഹിസാബ് നടക്കരേ ഞങ്ങളുടെ കയ്യിൽ വലത്തെ കയ്യിൽ കിതാബ് എപ്പതണ്ട് ഇടത്തെ കയ്യിൽ കിതാബ് എപ്പതണ്ട് മാത്രമല്ല ഞങ്ങൾ സ്വർഗത്തേക്ക് കടത്തറാറാ ഞങ്ങൾ നരകത്തേക്ക് കടത്തറാറാ എന്ന് ചിന്തിച്ച് നിൽക്കുന്നതായ സമയ ഒരു ടീം ഒരു വർഗ മനുഷ്യന്മാർ സീത ഓടിപ്പോണ്ടാറ് അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുന്നോട്ട് പോണ്ടാറ് എന്നിട്ട് മനുഷ്യന്മാർ ചെറുതാറ് ആദം നബിയെ അന്ത അബുൽ ബശർ നിങ്ങൾ ഇക്കടെ ഞങ്ങളെ ബാപ്പ ഖലഖല്ലാഹു ബിയദിഹി അല്ലാഹു തആല അല്ലാഹുവിന്റെ ഖുവത്ത് കൊണ്ട് നിങ്ങളെ അല്ലാഹു തആല ഖുദ്റത്ത് കൊണ്ട് അല്ലാഹു തആല നിങ്ങളെ സൃഷ്ടിച്ചത് വനഫഖ ഫീക മിൻ റൂഹിഹി അല്ലാഹുവിന്റെ റൂഹിൽ നിന്ന് അല്ലാഹു തആല നിങ്ങൾക്ക് റൂഹ് ഊതി തന്നത് വഅമറൽ മലായികത ഫസജദൂ ലക നിങ്ങൾക്ക് മലക്കുമാർക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല കൽപ്പിച്ചത് അത്രയും വലിയ സ്ഥാനമുള്ള ആദം നബിയെ ഇശ്ഫഅ ലനാ ഇലാ റബ്ബിക ഇത്ര സ്ഥാനമുള്ള ആദം നബിയെ നമുക്കൊന്ന് സഹായിക്കറാറാ ഞങ്ങളൊന്ന് കഷ്ടത്തിലുള്ള ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾ കാണില്ലേ നമുക്കൊന്ന് സഹായിക്കറാ ആ സമയത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ബേജാറുകൾ ചൊല്ലു പിന്നെ ചൊല്ലു നഫ്സി 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 നിന്റെ കാര്യത്തിലെ എനിക്ക് പേടിയിരിക്കട എല്ലാരെയും അബാപ്പയായ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലേ നിങ്ങൾക്ക് ഇക്കടെ പേടിയുള്ളത് നഫ്സി നഫ്സി എന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ല അങ്ങനെ ചൊന്നെങ്കിലും കൈവിടാ ഇല്ല അതിനെ ചൊല്ലു പയ്യാത്തും ഇദ്ഹബു ഇലാ നൂഹി ദാ അവിടെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുന്നോട്ട് പോരോ അങ്ങനെ എല്ലാവരും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുന്നോട്ട് പോണ്ടാറ് فيأتون نوحا فيقولون نوح نبي മുന്നോട്ട് പോയിട്ട് ചൊല്ലുறாரு يا نوح نبي إنك أنت أول الرسل إلى أهل الأرض ഈ ഭൂമിയിലേക്ക് അല്ലാഹു കടത്തിയ ആദ്യത്തെ റസൂലല്ലേ നൂഹ് നബിയെ നിങ്ങൾ ഇന്നക മാത്രമല്ല വഖദ് സമ്മതല്ലാഹു അബ്ദൻ ശകൂറാ അല്ലാഹു തആല നിങ്ങളെ കുറിച്ചിട്ട് അബ്ദൻ ശകൂറ എന്ന് പ്രഖ്യാപിച്ചിരല്ലേ ഭയങ്കര താങ്ക്സ് ചൊല്ലി അടിമേശം അല്ലാഹു തആല ചെന്നരല്ലേ അത്ര വലിയ സ്ഥാനമുള്ള ഒരാളല്ലേ നിങ്ങൾ നൂഹ് നബിയെ ഇന്നക മാത്രമല്ല ഇശ്ഫഅ ലനാ ഇലാ റബ്ബിക അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ കഷ്ടത്തിലുള്ള നൂഹ് നബിയെ ഞങ്ങളെ ഒന്ന് സഹായിക്കൂ നൂഹ് നബിയെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുന്നോട്ട് ചൊല്ലുമ്പോൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ബേജാറ് ചൊല്ലു നക്കും പേടി നക്കും എന്റെ കാര്യത്തിൽ അല്ലാഹു തആല എന്ത് തീരുമാനിക്കരുന്നുള്ള പേടിയുണ്ട് എന്റെ സമാനിലേക്ക് കട സംഭവങ്ങളെല്ലാം നടന്നത് വലിയ വലിയ സംഭവങ്ങളെല്ലാം നടന്നത് എന്റെ സമാനിലേക്ക് കട ലാത്തറിയും ഉസ്സറിയും തുടങ്ങിയത് ആരാധിക്കുക തുടങ്ങിയ എന്റെ സമാനിലേക്ക് കട ആ കാരണത്താൽ എനിക്ക് പേടിയുണ്ട് നഫ്സി നഫ്സി ചൊല്ല എന്റെ കാര്യത്തെ എനിക്ക് ചൊല്ലുകാവില്ല അതുകൊണ്ട് ഇദ്ഹബു ഇലാ ഇബ്രാഹിം അവിടെ ഇബ്രാഹിം നബിയുടെ ചിത്തുണ്ടോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുന്നോട്ട് പോരോ മനുഷ്യന്മാരെല്ലാം ടെൻഷനില് ദുഃഖത്തില് ബേജാറില് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുട്ട പോണ്ടാറ് യാ ഇബ്രാഹിം അൻത നബിയുല്ലാഹ് ഓ ഇബ്രാഹിം നബിയെ നിങ്ങൾ അല്ലാഹുവിന്റെ നബിയല്ലേ വഖലീലു മിൻ അഹ്ലിൽ അർളി നിങ്ങൾ അല്ലാഹുവിന്റെ ഫ്രണ്ട് അല്ലേ ഖലീലല്ലേ നിങ്ങൾ അല്ലാഹു തആലയെ ഭയങ്കര പിരിസമുള്ള അടിമയല്ലേ അതുകൊണ്ട് ഇശ്ഫഅ ലനാ ഇലാ റബ്ബിക നക്കൊന്ന് ശിഫാറസാക്കണോ ഞങ്ങൾക്ക് അല്ലാഹു തആല മുട്ട ശിഫാറസാക്കണോ സ്വന്തം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുന്നോട്ട് ചൊല്ലുമ്പോൾ ഇബ്രാഹിം നബിക്കും ആൻസർ ചൊല്ലവില്ലല്ലോ നന്റെ കൊണ്ട് ആവില്ല മുഅ്മിനീങ്ങളെ
നിങ്ങളെ സഹായിക്കുകയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആക്കുകയോ നിങ്ങളുടെ കാര്യത്തിൽ റെക്കമെൻഡ് ആക്കുകയോ നിനക്ക് സാധ്യമേ അല്ല. നഫ്സി 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 സ്വന്ത ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലുക. എന്നിട്ട് ഇബ്രാഹിം നബി കാട്ടിക്കൊടുക്കുന്നു മൂസ അലൈഹിസ്സലാം ഒരു തിരുവാട്ടുക. അവിടെ മൂസ നബി ഉണ്ട്, ഒന്ന് പോയിട്ട് കേൾക്കുന്നു. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മുന്നൽ കൊണ്ടാറ് മൂസ നബി ചൊല്ലുறாரு, യാ മൂസ അൻത റസൂലുള്ളാഹ്. മൂസ നബിയെ നീ അല്ലാഹുവിന്റെ റസൂലല്ലേ. ഫളലക അല്ലാഹു ബിരിസാലതിഹി, അല്ലാഹു തആല നിനക്ക് റിസാലത്ത് തന്നറല്ലേ, അല്ലാഹു തആല നിനക്ക് വലിയ സ്ഥാനം തന്നറല്ലേ. വബികലാമിഹി അലന്നാസി, മൂസ നബിയെ നിങ്ങൾക്ക് അല്ലാഹു തആല പൽക്ക പറഞ്ഞിരല്ലേ, അല്ലാഹു തആലയുടെ പൽക്ക വഴിയ ഭാഗ്യം കിട്ടിയ നബിയല്ലേ. അതുകൊണ്ട് ഇശ്ഫഅലന ഇലാ റബ്ബിക, നിങ്ങളെ റബ്ബുരം മുന്നലോ അല്ലാഹുരം മുന്നലോ ഞങ്ങൾക്കൊന്ന് റെക്കമെൻഡ് ആക്കണോ, ഞങ്ങളുടെ സ്വർഗത്തേക്ക് കൂടിയോണ്ട് പോകേണ്ടതായ ഒരു അവസ്ഥയാക്കണോ, ഒരു വ്യവസ്ഥയാക്കണോ ചൊല്ലുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലുന്നു, നക്കാവില്ല, നിന്റെ കാര്യമേ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിട്ടിക്കട, നിന്റെ കാര്യമേ എനിക്ക് വല്ലാത്ത ബേജാറായിട്ടിക്കട. അതുകൊണ്ട് നഫ്സി നഫ്സി, നിന്റെ ശരീരത്തെ കാര്യത്തിൽ എനിക്ക് ചിന്തിക്കുകയില്ല. അതുകൊണ്ട് അവിടെ തൊട്ടടുത്ത പരിസരത്തിൽ ഈസാ നബിയുണ്ട്. ഒരു കല്ലുള്ളൂ, ഒരു സുന്നത മാത്രമേ ഒരു വിഷയമുള്ളൂ. ഈസാ നബിയുണ്ട്. ആ ഈസാ നബിയുടെ മുന്നിൽ നിങ്ങൾ പോറു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മുന്നോട്ട് പോണ്ടാറ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മുന്നോട്ട് പടി ചൊല്ലുறாரு, ഈസാ ഇബ്നു മറിയം, ഓ മറിയം ബീബിയുടെ മോനെ ഈസാ നബിയേ, വയഖൂലൂന യാ ഈസാ അൻത റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലല്ലേ എന്ന് മാത്രമല്ല വകലിമതുഹു അൽഖാഹാ ഇലാ മറിയമ, മറിയം ബീബിയെ അത്ഭുതമായിട്ട് സൃഷ്ടിച്ചതായ ഒരു കിടാവല്ലേ എന്ന് മാത്രമല്ല വകല്ലംതന്നാസ ഫിൽ മഹദി സുബിയ്യാ, തൊട്ടിലിക്കുമ്പമേ കിടാവായിട്ടിക്കുമ്പമേ നിങ്ങൾ പൽക്ക വലിയ താക്കത്ത് അല്ലാഹു തആല നിങ്ങൾക്ക് തന്നിട്ടല്ലേ. അത്രയും വലിയ മുഅ്ജിസത്ത് കാട്ടിയ നബിയല്ലേ. പറവകളെയും പക്ഷികളെയും ജീവ ഉണ്ടാക്കിയിട്ട് പാറി പറക്കുക താക്കത്തുള്ള ആളല്ലേ നിങ്ങൾ ഇതുകൊണ്ട് ഇശ്ഫഅലന ഇലാ റബ്ബിക, അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശിഫാറസ് ചെയ്യണോ, അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യണോ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുന്നിൽ ചെന്നപ്പോ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പൽക്ക ചൊല്ലു. മുഅ്മിനേ ഇവിടെ ശ്രദ്ധിക്കൂ. ഈസാ നബി ഒരു പൽക്ക ചൊല്ലു, ഇന്നി ഉബിത്തു മിൻ ദൂനില്ലാഹി, ഇന്നി ഉബിത്തു മിൻ ദൂനില്ലാഹി. ഈ പദ സഹീഹുൽ ബുഖാരിയിലില്ല, മുസ്ലിമിലില്ല, തിർമുദിയിലുള്ള ഹദീസുണ്ട്. ഇന്നി ഉബിത്തു മിൻ ദൂനില്ലാഹി, നിന്റെ കൗമ് നിന്റെ ആരാധിച്ചിരാറ്, നിന്റെ യേശുവായിട്ട് കണ്ടാറ്. ഈ ഈസാ എന്ന മനുഷ്യരെ യേശുവായിട്ട് കണ്ടാറ്, നിന്റെ ആരാധിച്ചിരാറ്. അതുകൊണ്ട് നിനക്ക് വല്ലാത്ത പേടിയുണ്ട്. ഒരിക്കലും ആരാധിക്കാത്ത ഒരു നബിയുണ്ട് അപ്പുറത്ത്, ഒരിക്കലും ആരാധിക്കാത്ത നബിയുണ്ട്. മനസ്സിലാക്കണോ? ഞങ്ങൾ സിയാറത്താക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കുന്ന മുത്തുനബി തങ്ങളുടെ ഇസ്തിഗാസ നടത്തുന്ന അത് ശിർക്കായിട്ടിക്കട, അത് ആരാധനയായിട്ടിക്കട. ചൊല്ലുന്ന പുത്തൻവാദികമാർക്ക് ഒരു മറുപടി ആയിട്ടിക്കട. എന്നെ ഉബിത്തു മിൻ ദൂനില്ലാഹി, ഈസാ നബി ചൊല്ലുന്നു എന്റെ ആരാധിച്ച കൗമായിട്ടിക്കട, എന്റെ കൗമ ഒരിക്കലും ആരാധിക്കാത്ത നബിയുണ്ട്. ഏത് നബി? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും ആരാധിക്കപ്പെടാത്ത നബി. ആ നബിയെ ഒരാളും ആരാധിച്ചിട്ടില്ല. ആ നബിയെ സൃഷ്ടികർത്തനായിട്ട് ആരും കണ്ടിട്ടില്ല. പിന്നെ ഒരു സൃഷ്ടിയായിട്ട് കണ്ടേ. എന്ത് സൃഷ്ടി? നിന്റെ പോലത്തതല്ല, നിങ്ങളെ പോലത്തതല്ല, അസാമാന്യ സൃഷ്ടിയായിട്ട് നിങ്ങൾ കണ്ടരേ. ആ മുത്തായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നോട്ട് പോണ്ട പോയിട്ട് മുത്തുനബി തങ്ങളുടെ ചൊല്ലുറാറ്, മുത്തുനബിയേ നിങ്ങൾ ഭയങ്കര ബേജാറിലുള്ള നബിയേ, ഖാതിമുൽ അംബിയാ, അവസാനത്തെ പ്രവാചകരായ നബിയേ, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന നബിയേ. സ്വന്തം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നോട്ട് ആ ഉമ്മത്തീങ്ങളായ ആൾമാർ ഉൾപ്പെടാറ്. വഖദ് ഗഫറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. നബിയേ, നിങ്ങൾ ഒരു നിലക്കും ദോഷാകാത്ത ആളല്ല നബിയേ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശിഫാറസ് ചെയ്യൂ നബിയേ.
ഇങ്ങനെ ചൊന്നപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫന്തലക മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോണ്ടു തഹ്തൽ അർശിന് കീഴിൽ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് പോണ്ടു പൊട്ടി കൊൾപ്പെടുക. അല്ലാഹുവേ എന്റെ ഉമ്മത്തെ രക്ഷപ്പെടുത്തണേ അല്ലാ, ഈ മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊൾപ്പെടുക. ആ സമയത്ത് ഇലാഹായ റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സൽ തുഅതി നബിയെ ഇർഫറസക നബിയെ മദി നബിയെ ദുനിയാവിൽ എന്നെ ആരാധിച്ചത് നീയാവും നബിയെ, ദുനിയാവിൽ ധാരാളം സുജൂദ് ചെയ്താലല്ലേ നബിയെ നീയാ ഉടെ തല വന്ന് ഉയർത്തുറ നബിയെ, നിനക്ക് വേണ്ടത് എന്തരേറ്റിക്കട നബിയെ ചൊല്ലും നബിയെ. മുത്തുനബി ചൊല്ലു ഉമ്മതി ഉമ്മതി ഉമ്മതി, നിന്റെ ഉമ്മത്ത് കഷ്ടത്തിലുള്ളാർ, നിന്റെ ഉമ്മത്ത് കഷ്ടത്തിലുള്ളാർ, നിന്റെ സമുദായ കഷ്ടത്തിലുള്ളാർ അല്ലാ, അവരെ ഹിസാബിന്റെ കാര്യത്തിൽ അങ്ങ് പേടിയിലുള്ളാർ അല്ലാ എന്ന് ചെന്നപ്പോ അല്ലാഹു തആല ഒരു പ്രഖ്യാപനം നടത്തുന്ന നബിയെ, നിങ്ങൾ അങ്ക് ശിഫാഅത്ത് ചെയ്യൂ നബിയെ, നിങ്ങൾ അങ്ക് റെക്കമെൻഡ് ചെയ്യൂ നബിയെ, നിങ്ങൾക്ക് വേണ്ടങ്ങനെ നിങ്ങൾ കൊണ്ടുപോകൂ നബിയെ സ്വർഗത്തേക്ക്. അങ്ക് ഹിസാബില്ല നബിയെ, അങ്ങനത്തെ ചോദ്യങ്ങളില്ല നബിയെ, അങ്ക് കിതാബില്ല നബിയെ, അങ്ക് ഒരു നിലക്കുമുള്ളതായ ടെൻഷൻ ഇല്ല നബിയെ, അങ്ക് വേണ്ടങ്ങനെ നിങ്ങൾ കൊണ്ടുപോകൂ നബിയെ. സ്വഹീഹായ ഹദീസുള്ളത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ കൊണ്ടുപോകേണ്ട പോലത്തെ ഒരു മുഅ്മിനണങ്ങാവുന്ന ചെറിയൊരു പണിയുള്ളൂ. ഡെയിലി സ്വലാത്ത് ചൊല്ലണം.